ഇസ്രായേലുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട വ്യോമാതിർത്തി ഇന്ത്യയ്ക്കായി ഇറാൻ തുറന്നു. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടിയന്തരമായി തന്നെ ഒഴിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് വ്യോമാതിർത്തി തുറക്കൽ. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി അടുത്ത 2 ദിവസത്തിനകം 1000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ന്യൂഡൽഹിയിൽ എത്തിക്കും. ആദ്യ വിമാനം ഇന്ന് രാത്രി 11 മണിക്ക് ലാൻഡ് ചെയ്യും. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫ്ലൈറ്റുകൾ ശനിയാഴ്ച രാവിലെയും വൈകിട്ടുമായി എത്തും. ഇറാനും ഇസ്രായേലും തമ്മിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യാന്തര ഫ്ലൈറ്റുകൾക്ക് ഇറാൻ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്ക് മാത്രമായി പ്രത്യേക ഇടനാഴി അനുവദിക്കുകയായിരുന്നു. അതേസമയം ഇസ്രായേലിൽ നിന്നും ഇന്ത്യ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധു ഇസ്രായേലിലേക്കും വ്യാപിപ്പിച്ചു. ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരെ കരമാർഗം അതിർത്തി കടത്തി നാട്ടിലെത്തിക്കും. ഇന്ത്യക്കാർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നതാണ് പുതിയ നിർദ്ദേശം. നേരത്തെ ഇസ്രായേലിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കരമാർഗം മറ്റു രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരുന്നു. ജോർദാനിലേക്കും ഈജിപ്തിലേക്കും ഈ വിസയ്ക്ക് അപേക്ഷിക്കണമെന്നും ഇസ്രായേലിൽ തുടരുന്നവർ എംബസിയുമായി ബന്ധപ്പെടണമെന്നായിരുന്നു നിർദ്ദേശം. ഇറാനിലുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ നേരത്തെ തുടങ്ങിയിരുന്നു. 110 ഇന്ത്യക്കാരുമായി ഇറാനിൽ നിന്നുള്ള ആദ്യ വിമാനം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയിരുന്നു. ടെഹ്റാനിൽ നിന്ന് ഒഴിപ്പിച്ച വിദ്യാർത്ഥി സംഘമാണ് നാട്ടിലെത്തിയത്. ഇതിൽ 90 പേരും കശ്മീരികളാണ്. അർമേനിയൻ തലസ്ഥാനമായ യെരവാൻ വഴിയാണ് സംഘത്തെ നാട്ടിലെത്തിച്ചത്.